സാക്കിയ ജാഫരി വിടവാങ്ങുമ്പോൾ ഒരു പോരാട്ട ജീവിതമാണ് അവസാനിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പോരാളി തന്നെയായിരുന്നു അവർ. ഏകയായ അതുല്യയായ പോരാളി. 2002 ഗുജറാത്ത് വംശഹത്യക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഉത്തരവാദികളായ ഓരോ രാഷ്ട്രീയ നേതൃത്വത്തെയും തുറന്നുകാട്ടാൻ തീരുമാനിച്ചുറച്ച് ഇറങ്ങിപ്പുറപ്പെട്ട പോരാട്ടത്തിൻ്റെ മറുപേര്. അവർ ഒരു സാധാരണ വനിതയല്ല. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ അമരത്തുനിന്ന് കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായി മാറിയ ജീവിത പങ്കാളി ഇഹ്സാൻ ജാഫരിയെ വംശഹത്യക്കിടെ ഹിന്ദുത്വ വർഗീയവാദികൾ വീട്ടിനുള്ളിലിട്ട് കൊലപ്പെടുത്തി ചുട്ടരിക്കും വരെ സാക്കിയ പൊതുരംഗത്ത് സജീവമായിരുന്നില്ല. അന്ന് അവർ തുറന്നു പറഞ്ഞു. നഗരം കത്തിയെരിഞ്ഞതും അക്രമികൾ ഗുൽബർഗ് സൊസൈറ്റിയെ ചാരമാക്കി മാറ്റിയതുമല്ല. जब तक दम में दमे तक लड़ाई होती रही. 2002 വംശഹത്യക്ക് ഏറെ മുമ്പ് തന്നെ സാക്കിയുടെ കുടുംബത്തെ അക്രമികൾ ഉന്നമിട്ടിരുന്നു. 700 പേർ കൊല്ലപ്പെട്ട 1969 അഹമ്മദാബാദ് കലാപകാലത്തും ജാഫരിയുടെ വീട് കൊള്ളയടിക്കപ്പെട്ടു. തീവെപ്പിനുവരെയായി. ഗുൽബർഗ് സൊസൈറ്റിക്ക് പിൻവശത്തുള്ള ഡോക്ടർ ഗാന്ധി ലൈനിലായിരുന്നു അവരെന്ന് പാർത്തിരുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ സാക്കിയ അഹ്സാൻ ദമ്പതികൾ ഓടിയെത്തി. അവരുടെ സകല സമ്പാദ്യങ്ങളും ഇഹ്സാൻ ജാഫരിയുടെ കവിതകളും ലേഖനങ്ങളും പുസ്തകങ്ങളും അടക്കം സകലതും നശിപ്പിക്കപ്പെട്ടു. 4 മാസം ക്യാമ്പുകളിൽ കഴിഞ്ഞു. പിന്നീട് താമസമാക്കിയതാണ് ഗുൽബർഗ് സൊസൈറ്റിയിൽ. 69 കലാപം തന്നെ ഈ കുടുംബത്തിന് സാമ്പത്തികവും മാനസികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. ഗുജറാത്ത് വംശഹത്യ ഒട്ടനവധി വിധവകളെ സൃഷ്ടിച്ചു. ആയിരക്കണക്കിന് അനാഥ മക്കളെയും. പരമോന്നത വ്യക്തിത്വങ്ങളാണ് അതിനു പിന്നിലെ ആസൂത്രകർ എന്നതിനാൽ നീതിയും നിയമവും ഏറെ അകലെയായി. എന്നിട്ടും ആ വിധവകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കനൽപ്പാടുകൾ താണ്ടി ഈ വയോധിക പോരാട്ടം തുടർന്നു. ഇത്രമാത്രം മാറിയ ഇന്ത്യയിൽ എന്തും മാറ്റിത്തിരുത്താൻ കെൽപ്പും ശേഷിയുമുള്ള ആളുകൾക്ക് മുൻപിൽ തല കുനിക്കാതെ നിന്ന് അവർ സത്യം വിളിച്ചു പറഞ്ഞു. നീതിപീഠത്തോട് ന്യായത്തിനായി വാദിച്ചു. ധീരതക്ക് ഒരു സമ്മാനമുണ്ടെങ്കിൽ സാക്കിയ ജാഫരി എന്ന വിധവയേക്കാളേറെ അത് ലഭിക്കാൻ അർഹത മറ്റാർക്കുണ്ട് എന്ന് ചോദിച്ചവർ ഏറെ. പകരം വെക്കാനില്ലാത്ത ധീരതയുടെ മറുപേരായി സാക്കിയ ജാഫരി നീതിക്കായി പോരാടുന്നവരുടെ ഉള്ളിൽ നിറഞ്ഞു കിടക്കും, കാലത്തിനു പോലും മായ്ക്കാനാവാതെ.